വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നിട്ട് പഴയ മലയാള സിനിമയിൽ UAE പഴയ ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ പാർട്ട് 2. ഈ സിനിമ 1980 റിലീസായ സിനിമയാണ്. ഇതിന്റെ പകുതിയോളം ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദുബായും ഷാർജയൊക്കെ തന്നെയാണ്. ഇതൊരു തട്ടിക്കൂട്ട് പടം ഒന്നുമല്ല. എനിക്ക് തോന്നുന്നില്ല അന്നൊന്നും ഒരു സിനിമയും ഇന്ത്യയിൽ നിന്ന് ഇത്രയും ഈ ദുബായും ഷാർജയുടെ റിച്ച്നസ് കാണിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. മാത്രമല്ല ഇതിലെ കഥ എന്ന് പറയുന്നത് MD വാസുദേവൻ നായരുടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഡയലോഗ്സ് ഒക്കെ നല്ല ഒന്നാന്തരം ഡയലോഗ്സ് ആണ്. അങ്ങനെ ഇതിനകത്ത് പ്രവാസ ലോകത്ത് പറയുന്ന കുറെ ഡയലോഗ്സ് ഉണ്ട്. നോക്കണം, 1980 ഇറങ്ങിയ സിനിമയാണ്. ആ ഡയലോഗ്സ് ഇപ്പൊ കേട്ടാൽ നമുക്ക് തോന്നി ഇതൊക്കെ നമ്മൾ ഇപ്പോഴും പറയുന്ന ഡയലോഗ്സ് അല്ലേ. അങ്ങനെയുള്ള കുറെ ഡയലോഗ്സ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം. ഹോം സ്വീറ്റ് ഹോം. എല്ലാ സ്ഥലത്തും ആളുകളെ പിരിച്ചുവിടുകയാണ്. ഞാൻ തന്നെ എല്ലാം മതിയാക്കി റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് നമുക്ക്. ആർക്കും ആരുടെയും കാര്യം പറഞ്ഞു കേൾക്കാൻ ഇവിടെ നേരമില്ല. അധികം പറഞ്ഞ് വല്ല പരിചയക്കാരുമാണെന്ന് വന്നാൽ കൊയങ്ങില്ലേ. അതുകൊണ്ട് എല്ലാവരും വഴി മാറിയേ നടക്കൂ. എന്തൊരു ചൂടാണ് ദൈവമേ. ചൂട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് സംഗതികളുടെ കിടപ്പ്. ഇപ്പൊ മനസ്സിലായ? നാട്ടിലുള്ളവരുടെ വിചാരം ഇങ്ങോട്ട് കടന്നാ പൊന്ന് വരാമെന്നാണ്. മേലോട്ട് നോക്കി സങ്കടപ്പെടാതെ താഴോട്ട് നോക്കി സമാധാനിക്കാണ് വേണ്ടത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പായന്മാർ ആരും വന്നിട്ടില്ല. ചിലവർ സിനിമക്ക് പോകും, ചിലവർ മിനുങ്ങാൻ. ഒഴിവ് കിട്ടിയ മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടുള്ള ആഘോഷമാണ് കുട്ടനായർക്കുള്ളത്. ഇവിടെ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോഴിവിടെ വലിയ സ്ഥാനത്തിരിക്കുന്ന പലരുടെയും ക്വാളിഫിക്കേഷൻ എന്താ? തലയിലേക്കാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. പറിച്ചുകൊണ്ട് വേണ്ടോടത്ത് ഒപ്പിട്ട അവൻ കരപറ്റും. രാജ്യത്താണ് മുഴുമിച്ചില്ല. MA-ക്കാരും BA-ക്കാരും കണ്ടക്ടർ പണി പോലും കിട്ടാതെ ഉഴറിയാണത്ര നാട്ടിൽ. ഈ ഡിഗ്രിക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. ജോലി ചെയ്താൽ കാശ് കിട്ടും, അത് നേരാ. ചോര നീരാക്കാൻ ഒരുക്കുള്ളവർക്ക് ഇവിടെ രക്ഷയുള്ളൂ. വരുമ്പോഴേക്കും 4000-ഉം 5000-ഉം തന്ന് ജോലി തരാൻ അറബികൾ പിടിയും വലിയ നടത്തും. ഇതൊക്കെ ആയിരിക്കും നാട്ടിൽ ഇപ്പോഴും കഥ അല്ലേ? ഇവിടെയും സ്ഥിതി മാറിയെന്ന് അറിയാഞ്ഞിട്ടല്ല. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു വന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ആരംഭിച്ചു. നാട്ടിലെ മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറയേക്കാൾ മനോഹരമായ ഒരു വസ്തു ഈ ഭൂമുഖത്തിൽ നിന്നും ജ്ഞാനം നേടിയ ദിവസം.